എല്ലാ രാവുകളിലും അധ്വാനിക്കണം. പക്ഷേ പ്രതീക്ഷിക്കാവുന്ന പ്രത്യേക രാവുകളിൽ പ്രത്യേകം ഒരുപക്ഷെ സംഭവിച്ചേക്കാമോ എന്ന നിലക്ക് കൂടുതൽ നമുക്ക് അധ്വാനിക്കാം. ഏറ്റവും ശ്രദ്ധ കാണിക്കണം. അന്നത്തെ മഗ്രിബ് മുതൽക്ക് തുടങ്ങിക്കോ. അഥവാ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി. അപ്പൊ രാവ് തുടങ്ങുന്നത് അസ്തമനത്തോടു കൂടെയാണ്. അന്നത്തെ മഗ്രിബ് മുതൽക്കേ ആരംഭിച്ചോളൂ. ബാങ്ക് കേൾക്കുന്നത് മുതൽക്കതാ ആ ബാങ്കിന് ഇജാബത്ത് പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം അത് നഷ്ടപ്പെടുത്തല്ലേ. ബാങ്കിന് ഉത്തരം പറയുന്നത് എത്രത്തോളം മഹത്വമുള്ളതാണ്. ശ്രദ്ധിച്ചു കേട്ട് ഉത്തരം ശേഷം നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ല്. ശേഷം അല്ലാഹുവിനോട് ആ പ്രാർത്ഥന നിർവഹിക്ക്. പരലോക കോടതിയിൽ റബ്ബിന്റെ അടുക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റെക്കമെൻഡ് കിട്ടാനത് കാരണമാകും എന്ന് പറഞ്ഞത് ഈ 83 വർഷത്തേക്കാൾ കൂടുതൽ പുണ്യകരമായ ഈ രാവിലെ അത് നമുക്ക് ചെയ്യാനായാലോ. അതുകൊണ്ട് അന്നത്തെ ബാങ്ക് മുതൽക്ക് തന്നെ തുടങ്ങ്. അത് കഴിഞ്ഞ് ആ ബാങ്കിന്റെ ഇജാബത്തും പ്രാർത്ഥനയും കഴിഞ്ഞു. മഗ്രിബിന്റെ മുമ്പ് തൊട്ട് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ. അത് റവാത്തിബായ ശക്തിയായ സുന്നത്തല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ മഗ്രിബിന്റെ മുമ്പ് നിസ്കരിച്ചോളൂ, ഉദ്ദേശിക്കുന്നവർക്ക് അത് ചെയ്യാം. അപ്പോൾ അതും വന്ന് നഷ്ടപ്പെടുത്തണ്ട. കാരണം ഖദറിന്റെ രാത്രിയാവാൻ ചാൻസ് ഉള്ള രാവല്ലേ, അവസാനത്തെ 10 രാവുകളല്ലേ. ശേഷമതാ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. നമ്മൾ നോമ്പ് തുറക്കുന്ന തിരക്കിലായിരിക്കും. നോമ്പ് തുറക്കുമ്പോ ഒരുപക്ഷെ ബാങ്ക് അന്ന് ചിലപ്പോ കേട്ടോളണമെന്നില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം ബാങ്ക് കേൾക്കാൻ ശ്രമിക്ക്. കാരക്ക വായിലിട്ട് ചവച്ചുകൊണ്ട് തന്നെയും നമുക്ക് ബാങ്കിന് ഇജാബത്ത് പറയാമല്ലോ. അതുപോലെ തന്നെ ആ ജമാഅത്തിന്റെ അന്നത്തെ ദിവസം 1ാമത്തെ സഫ് തന്നെ കിട്ടുമോ എന്ന് നോക്കിക്കോ. ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ തുടരാൻ പറ്റുമോ എന്ന് നോക്കിക്കോ. അങ്ങനെ അന്നത്തെ ദിവസം അതാ ഫർള് നിസ്കാരം കഴിഞ്ഞു, അതിന്റെ അദ്കാറുകൾ ഒരിക്കലും മുടക്കണ്ട, ശേഷമുള്ള ദിക്റുകൾ മുടക്കണ്ട. ജമാഅത്തിന് വീണ്ടും ഇശായിന് എത്തിക്കോ. ഇശായിന്റെ മുമ്പേ ബാങ്ക് വിളിക്ക് മുമ്പേ എത്തിക്കോ. ബാങ്കിന് ഇജാബത്ത് പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ. ഇശാ നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചോ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്ക് ഏത് ബാങ്ക് ഇഖാമത്തുകൾക്കിടയിലും 2 റക്അത്തുണ്ട്. അതുകൊണ്ട് ഇശായിന്റെ മുമ്പ് റവാത്തിബ് സുന്നത്ത് ഇല്ലെങ്കിലും ഈ 2 റക്അത്ത് അപ്പോഴും നമുക്ക് നിസ്കരിക്കാം. ഇനി ഇശാ ജമാഅത്തും എത്രത്തോളം പ്രാധാന്യമാണ്. ഏത് രാവുകളിലും ആരെങ്കിലും ഇമാമിന്റെ കൂടെ ജമാഅത്തായി കൊണ്ട് ഇശാ നിസ്കരിച്ചാൽ അവൻ പകുതി രാത്രി നിസ്കരിച്ചവനെ പോലെ. സുബഹിക്ക് ജമാഅത്തായി കൊണ്ട് ഇമാമിനോടൊപ്പം നിസ്കരിച്ചാൽ രാവ് മുഴുവനും നിസ്കരിച്ചവനെ പോലെ എന്ന് മറ്റു രാവുകളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റു കാലങ്ങളിൽ മറ്റു മാസങ്ങളിലെ രാവുകളിൽ പോലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും പുണ്യകരമായ ആ 2 ജമാഅത്തുകളുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോ അത് റമളാനിന്റെ ഈ അവസാനത്തെ നാളുകളിലാകുമ്പോൾ സാധുക്കളായ നമുക്ക് ആയുസ് കുറഞ്ഞ ആരോഗ്യം കുറഞ്ഞ നമുക്ക് റബ്ബേ അതെങ്ങാനും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്. അതല്ല രാവ് തടയപ്പെട്ടുവെങ്കിൽ നമ്മേക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ വേറെ ആരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഇബാദത്തുകൾ നന്നായി ധാരാളമായി ചെയ്യുവാൻ ഈ അവസരങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇത് ഗൗരവത്തോടെ നമ്മൾ കാണണം. അതുപോലെ തന്നെ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതിലേക്ക് വിളിച്ചുണർത്തേണ്ടുന്ന പ്രത്യേകമായ രാവാണത്. നബിതങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ അറിയാവുന്ന വകതിരിവുള്ള ഒരു കുട്ടിയെപ്പോലും വിളിച്ചുണർത്താതെ പോയിട്ടില്ല. അത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ചിന്തയോടെ ഖുർആൻ പാരായണം. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ചിന്തയോടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ അതിൽ ശിക്ഷയുടെ ആയത്തുകൾ വന്നേക്കാം. അള്ളാഹുവിനോട് ശിക്ഷയില്ലെന്ന കാവല് ചോദിക്കാൻ മറക്കരുത്. സ്വർഗീയമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള വചനങ്ങൾ വന്നേക്കാം. അള്ളാഹുവിനോട് അനുഗ്രഹങ്ങൾ തേടാനൊരിക്കലും മറന്നു പോകരുത്. ധാരാളമായി ഇടയ്ക്കിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. തിരക്ക് കൂട്ടി ഖുർആനോദല്ലേ, സാവകാശം നിർത്തി പാരായണം ചെയ്യണേ, സ്വതക്ക ചെയ്യണേ. അല്പമെങ്കിലും എല്ലാ രാവുകളിലും നമ്മൾ സ്വതക്ക ചെയ്യുക.
അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോട് കുശലാന്വേഷണം നടത്തുക, മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കുക, കുടുംബബന്ധം ചേർക്കുക, തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നന്നാവുക. എത്ര നല്ല പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാനാകുമോ എല്ലാം ചെയ്യുക. കാരണം 1000 മാസങ്ങളെക്കാൾ നമുക്ക് ചെയ്തു തീർക്കാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുല്യമായത് ഒരൊറ്റ രാവിൽ കിട്ടുമെന്ന് വന്നാൽ റബ്ബേ അതെത്ര ഭാഗ്യമാണ് നമുക്ക്. അത് തടയപ്പെട്ടാലോ എത്ര വലിയ നിർഭാഗ്യമാണ് അതുകൊണ്ട് സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ ഇത് കാണണം. കഴിയുന്നത്ര നമ്മൾ സൽക്കർമ്മ നിരതമായി തന്നെ ഖുർആനോത്തും സിക്റും ദുആയും ഏതെല്ലാം നല്ല നല്ല കാര്യങ്ങൾ, തസ്ബീഹ്, സ്വലാത്ത്, തഹ്ലീലുകൾ, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിലുള്ള സ്വലാത്തിനെ ചോദിക്കൽ, നമുക്ക് ഐഹികവും പാരത്രികവുമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുആകളെ വർദ്ധിപ്പിക്കൽ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകും.